ഇന്ന് ഞാൻ അരി വെള്ളത്തിലിടാൻ പോയിരുന്നു. ഞാൻ ഒരാഴ്ചത്തേക്കാണ് അരി അരച്ച് വെക്കുന്നത് ഗ്രൈൻഡറിൽ. ഞങ്ങളിപ്പോൾ 5 പേരുണ്ട്. അപ്പം 5 പേർക്ക് ഇപ്പോൾ രാവിലെ വർക്കിംഗ് ആയതുകൊണ്ട് രാവിലെ പോകേണ്ടപ്പോൾ അത് വളരെ ഉപകാരമാണ്. അപ്പോൾ ഞാനിന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു 3 ദിവസം ഇഡ്ഡലി ദോശ ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഒരു ദിവസം പണിയാരം ഉണ്ടാക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം അതിന് വേണ്ടി അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ കുറച്ച് ഹെൽപ്ഫുള്ളാകും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞങ്ങളിവിടെ 5 പേരുണ്ട്. 5 പേർക്ക് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഉഴുന്ന് ഒരു ഗ്ലാസ് ഉഴുന്ന്, അതിൻ്റെ കൂടെ കുറച്ച് ഇത്രയും ഉലുവ ഇടുന്നത് കുറച്ച് നമുക്ക് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ടും പിന്നെ ഒരു കളറ് വരും, അത്ര വെളുത്തിരിക്കില്ല. അതിന് വേണ്ടിയാണ് ഉലുവ ഇടുന്നത്. അപ്പം ഇത്രയുമാണ്. ഒരു ഗ്ലാസും കുറച്ചും കൂടെ നമ്മുടെ ഉഴുന്നും പിന്നെ ഉലുവയും കൂടെ വെള്ളത്തിൽ. അതുപോലെ അരി ഞാൻ ഇത് നമ്മുടെ ഇഡ്ഡലിയുടെ റൈസ് കഴിക്കുന്നത് ഇവിടെ ബാസ്മതിയുടെ ടൂട്ട ബാസ്മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറുതായിട്ടുള്ള ഇങ്ങനെ പൊടിയായിട്ടുള്ള ബാസ്മതി അല്ല, ഇത് പച്ചരി പോലത്തെ തന്നെ അത് കിട്ടും. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ തന്നെ ഇതൊരു 3 ഗ്ലാസ് ഇതെടുക്കും. ഞാനെടുക്കുന്ന ആക്ച്വലി 4:1 റേഷ്യോയിലാണ് ശരിക്കും എടുക്കുന്നത്. കാരണം ഞങ്ങൾ ഇത്രയും പേരുണ്ട്. അപ്പോൾ ആ ഒരു റേഷ്യോയിലാണ് എടുക്കുന്നത്. ചിലർ 3:1 എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ, കാരണം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ റൈസ്, ഞങ്ങളുടെ നാട്ടിൽ പുഴുക്കലരി എന്ന് പറയും. പുഴുക്കലരി ഇങ്ങനെ കുറച്ചൊരു ബ്രൗൺ ഒരു കളറിൽ ഗോൾഡ് കളറിലുള്ള ഈ അരിയാണ് ഞാൻ എടുക്കുന്നത്. ഇതൊരു അരമുക്കാൽ ഗ്ലാസ് ഇതും ഇടും. അപ്പോൾ ഏകദേശം 4:1 റേഷ്യോയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഇതിൽ ഞാനൊരു 3 ഗ്ലാസ്സാണ് ഇതിടുന്നത്. അത് റെക്കോർഡ് മൈക്ക് ഓഫായത് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പം ഇതിൽ ഞാനിപ്പം ഈ ടൂട്ട ബാസ്മതി എന്ന് പറയുന്ന റൈസ് ഞാനൊരു 3 ഗ്ലാസ് ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ നമ്മളുടെ പുഴുക്കലരിയും കൂടെ ഒരു 3/4 ഗ്ലാസ്. അപ്പം ഞാൻ ഈ 4:1 ചെയ്യുന്നത് എൻ്റെ ഇവിടെ എനിക്ക് 3-4 ദിവസത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 5 പേരുണ്ട് ഞങ്ങൾ. അപ്പോൾ ചിലർക്ക് 3:1 ആയിരിക്കും. അതിനനുസരിച്ച് എത്ര ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് ബാറ്ററിൻ്റെ അതിനനുസരിച്ച് ഇടുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ചിലർ കൂടെ കുറച്ച് അവലിടും. അത് കുറച്ച് സോഫ്റ്റ്നെസ് കൂട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഇത് നിങ്ങളൊന്ന് നല്ലപോലെ കഴുകി അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് അരച്ചെടുക്കുക. നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ഇഡ്ഡലി ഉണ്ടാവും. അപ്പം ഇത് നിങ്ങളൊന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക. എനിക്ക് കമൻറ്റിൽ പറയുക, ട്രൈ ചെയ്തിട്ട് പറയുക. ബിഗിനേഴ്സ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങി ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് പല ഡൗട്ടുകളും കാണും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിവിടെ താഴത്തെ ഫ്ലാറ്റിൽ കുറച്ച് പണി നടക്കുന്നതുകൊണ്ട് എപ്പോഴും ഭയങ്കര ഡിസ്റ്റർബൻസാണ്. വീഡിയോ എനിക്ക് കണ്ടിന്യൂ അടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ എൻ്റെ കിച്ചണിലെ ടിപ്സ് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി റിലേറ്റഡ്, അതുപോലെ എന്താണ് ജ്വല്ലറി റിലേറ്റഡ് ടിപ്സുകളായാലും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ചെറിയ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾ മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.